നമസ്കാരം. ജവഹർ നഗറിലെ വസ്തു തട്ടിപ്പിന് ഉപയോഗിച്ചത് വ്യാജ ആധാർ കാർഡുകളും ആധാരം രജിസ്റ്റർ ചെയ്യാൻ കൂട്ടുപ്രതിയെ അനന്തപുരി മണികണ്ഠൻ എത്തിച്ചത് വിശദ വിവരങ്ങൾ അറിയിക്കാതെയായിരുന്നു. വ്യാജ ആധാർ കാർഡ് നിർമ്മിച്ച സ്റ്റുഡിയോയിലും പോലീസ് പരിശോധന നടന്നതോടെ പുറത്തുവരുന്നത് ഞെട്ടിക്കുന്ന വിവരങ്ങളാണ്. തട്ടിപ്പിൽ പ്രധാന പ്രതിയായ അനന്തപുരി മണികണ്ഠന്റെ ഉറ്റ സുഹൃത്തായ സെയ്തലിയാണ് വസന്തയുടെ ഫോട്ടോ ഉപയോഗിച്ച് വ്യാജ ആധാർ കാർഡ് തയ്യാറാക്കിയത്. സെയ്തലി 2015 തൃശൂർ ടൗൺ പോലീസ് സ്റ്റേഷൻ പരിധിയിൽ പൂങ്കുന്നത്ത് മുതിർന്ന സ്ത്രീകൾക്കായി അഗതി മന്ദിരം നടത്തിയിരുന്നു. ഭർത്താവ് വിദേശത്തുള്ളവരുടെ ഭൂമി വിരലടയാളം പതിപ്പിച്ച് കൈക്കലാക്കിയതുമായി ബന്ധപ്പെട്ട് മുൻപ് ഇയാൾക്കെതിരെ കേസ് രജിസ്റ്റർ ചെയ്തിരുന്നു. ഈ കേസിൽ സെയ്താലി അറസ്റ്റിലാകുകയും ജാമ്യം നേടി മുങ്ങുകയുമായിരുന്നു. 10 വർഷത്തിനു ശേഷമാണ് സെയ്താലിയെ ശാസ്തമംഗലത്തെ ഫ്ളാറ്റിൽ നിന്ന് വസ്തു തട്ടിപ്പ് കേസുമായി പിടികൂടുന്നത്. ഇതോടെ കേസിന് പുതിയ മാനങ്ങൾ വരികയാണ്. പോലീസ് കസ്റ്റഡിയിൽ വാങ്ങിയ പ്രതികളെ കഴിഞ്ഞ ദിവസം ശാസ്തമംഗലം സബ് രജിസ്ട്രാർ ഓഫീസിലും വ്യാജ ആധാർ കാർഡ് നിർമ്മിച്ച സ്റ്റുഡിയോയിലും എത്തിച്ച് തെളിവെടുപ്പ് നടത്തി. അനന്തപുരി മണികണ്ഠൻ, സുനിൽ ബാബു തോമസ് എന്നിവരെയാണ് തെളിവെടുപ്പിനായി കൊണ്ടുവന്നത്. ആധാരം രജിസ്റ്ററാക്കിയ 2025 ജനുവരി 4 മരുതൂർ ഭാഗത്ത് നിന്ന് ടാക്സിയിൽ കരകുളം സ്വദേശിനി വസന്ത, ഇവരുടെ ചെറുമകൾ എന്നിവരെ കാറിൽ കൊണ്ടുവന്നു. വസന്തയ്ക്ക് പരസഹായമില്ലാതെ നടക്കാൻ സാധിക്കാത്തതിനാലാണ് ചെറുമകളെയും ഒപ്പം കൂട്ടിയത്. ചികിത്സാ സഹായം വാങ്ങി നൽകാമെന്ന് പറഞ്ഞ് വിശ്വസിപ്പിച്ചാണ് മണികണ്ഠൻ വസന്തയെ സബ് രജിസ്ട്രാർ ഓഫീസിലേക്ക് കൊണ്ടുവന്നത്. അതിനുശേഷം സുനിൽ തന്റെ ബൈക്കിൽ സബ് രജിസ്ട്രാർ ഓഫീസിലെത്തി. മണികണ്ഠൻ തന്റെ കിള്ളിപ്പാലത്തെ ഓഫീസിൽ നിന്നാണ് സ്കൂട്ടറിൽ സബ് രജിസ്ട്രാർ ഓഫീസിലെത്തിയത്. വ്യാജ ആധാർ കാർഡ് ഉണ്ടാക്കിയെടുക്കുന്നതിനായി വസന്തയുടെ ഫോട്ടോ മണികണ്ഠൻ തന്റെ മൊബൈൽ ഫോണിൽ എടുക്കുകയായിരുന്നു. പിന്നീട് ഇത് ശാസ്തമംഗലത്തെ സ്റ്റുഡിയോയിൽ എത്തിച്ചാണ് പ്രിന്റ് എടുത്തത്. ആധാരം രജിസ്റ്റർ ചെയ്യുന്ന നടപടികൾ പൂർത്തീകരിച്ച ശേഷം വന്ന കാറിൽ തന്നെയാണ് വസന്തയും ചെറുമകളും തിരികെ പോയത്. ജവഹർ നഗറിലെ 4.5 കോടിയോളം രൂപ വില വരുന്ന വീടും വസ്തുവും തട്ടിയെടുക്കാൻ നേതൃത്വം നൽകിയത് ജവഹർ നഗറിൽ താമസിക്കുന്ന വ്യവസായി എന്ന് പോലീസ് പറയുന്നു. വ്യാജ പ്രമാണത്തിൽ പേരുള്ള ചന്ദ്രസേനന്റെ മകളുടെ ഭർത്താവായ അനിൽ തമ്പിയെ കേന്ദ്രീകരിച്ചാണ് ഇപ്പോൾ പോലീസിന്റെ അന്വേഷണം നടക്കുന്നത്. പ്രമാണത്തിൽ സാക്ഷിയായി ഒപ്പിട്ടിരിക്കുന്നത് അനിൽ തമ്പിയാണ്. പിടിയിലായ കോൺഗ്രസ് നേതാവും വെണ്ടറുമായ അനന്തപുരി മണികണ്ഠനാണ് അനിൽ തമ്പിയുടെ ഇടപെടൽ സംബന്ധിച്ച് പോലീസിന് മൊഴി നൽകിയത്. ജവഹർ നഗറിലെ തട്ടിയെടുത്ത വീടിന്റെ സമീപത്തെ ഫ്ളാറ്റിലാണ് അനിൽ തമ്പിയും കുടുംബവും താമസിക്കുന്നത്. 2014 മുതൽ ഈ വസ്തു വാങ്ങാൻ അനിൽ ശ്രമം നടത്തിയിരുന്നു. വിദേശത്തായ വസ്തു ഉടമ ഡോറ അസ്രിയ ക്രിപ്സ് തിരിച്ചു വരില്ലെന്നറിയാവുന്നതുകൊണ്ടാണ് വ്യാജ പ്രമാണം നടത്തി തട്ടിയെടുക്കാൻ ശ്രമിച്ചതെന്നാണ് കരുതുന്നത്. പോലീസ് അന്വേഷണം തന്നിലേക്ക് തിരിഞ്ഞെന്നറിഞ്ഞതോടെ ഇയാൾ ഒളിവിൽ പോയെന്നാണ് സൂചന. കേസിലെ 2ാം പ്രതിയായ ചന്ദ്രസേനനെ ചോദ്യം ചെയ്തപ്പോൾ അനിലാണ് വസ്തു വാങ്ങിയതെന്നാണ് മൊഴി നൽകിയത്. അനിലിന്റെ നികുതി സംബന്ധിച്ച പ്രശ്നങ്ങൾ ഉള്ളതിനാലാണ് തന്റെ പേരിൽ രജിസ്റ്റർ ചെയ്തതെന്നും ഇയാൾ പറഞ്ഞു. എന്നാൽ വസ്തുവിന്റെ പ്രമാണം ഹാജരാക്കാൻ പോലീസ് പറഞ്ഞെങ്കിലും ഇവർ തയ്യാറായിട്ടില്ല. ഏതാനും മാസങ്ങൾക്ക് മുൻപാണ് അനിൽ തമ്പി അനന്തപുരി മണികണ്ഠനെ സമീപിക്കുന്നത്. അനിലിന്റെ അക്കൗണ്ടിൽ നിന്ന് മണികണ്ഠന് 1,10,00,000 രൂപ അയച്ചു കൊടുത്തതിന്റെ തെളിവുകളും പോലീസ് കണ്ടെത്തി. വീടിന്റെ പൂട്ടും ഗേറ്റും തകർത്ത് അകത്ത് കയറിയതും പേരുള്ളതും ബോർഡ് നശിപ്പിച്ചതും അനിൽ തമ്പിയുടെ നേതൃത്വത്തിലാണെന്നും കണ്ടെത്തിയിട്ടുണ്ട്. 4.5 കോടി വില വരുന്ന വസ്തുവിന്റെ വിലയായി 1.5 കോടിയാണ് പ്രമാണത്തിൽ കാണിച്ചിട്ടുള്ളത്. മണികണ്ഠനാണ് വ്യാജ പ്രമാണങ്ങളിലൂടെ തട്ടിപ്പ് നടത്താനുള്ള പദ്ധതി ആസൂത്രണം ചെയ്തത്. വസ്തു ഉടമ എന്ന പേരിലും വളർത്തുമകൾ എന്ന പേരിലും 2 പേരെ കണ്ടെത്തി ധനനിശ്ചയം നടത്താനും പിന്നീട് വിൽപ്പന നടത്താനും തീരുമാനിച്ചു. അനിലും മണികണ്ഠനും നിയമപരമായ ഇടപാടുകൾക്ക് തങ്ങളുടെ പേരുകൾ ഉപയോഗിച്ചില്ല. മണികണ്ഠൻ ആദ്യം പ്രമാണം രജിസ്റ്റർ ചെയ്യിച്ചത് ഒരു അഭിഭാഷകനെ കൊണ്ടാണ്. രണ്ടാമത് തന്റെ സഹോദരന്റെ പേരിലായിരുന്നു പ്രമാണം എഴുതിച്ചത്. പക്ഷേ ഇതിനെല്ലാം നേതൃത്വം നൽകിയത് മണികണ്ഠൻ തന്നെയാണ്. ശാസ്തമംഗലം സബ് രജിസ്ട്രാർ ഓഫീസിലെ ഒരു ഉദ്യോഗസ്ഥനുമായി മണികണ്ഠന് അടുത്ത ബന്ധമാണുള്ളത്. ഇയാളാണ് അടുത്തടുത്ത് 2 വ്യാജ പ്രമാണങ്ങൾ രജിസ്റ്റർ ചെയ്യാൻ സഹായിച്ചത്. വ്യാജ പേരിൽ ആളുകളെ ഹാജരാക്കാൻ വേണ്ട സഹായങ്ങൾ ചെയ്തതും ഈ ഉദ്യോഗസ്ഥനാണെന്നാണ് സംശയിക്കുന്നത്.